ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓണം എക്സാം 2024-25 ഹിന്ദി ക്ലാസ് 8ൻ്റെ ഹിന്ദിയുടെ ആൻസർ കീയാണ്. സെപ്റ്റംബർ 6 നടന്ന എക്സാമിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ 8ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഇതുവരെ നടന്ന എല്ലാ എക്സാമിൻ്റെയും ആൻസർ കീ ഓണം എക്സാം 2024 ക്ലാസ് 8 ആൻസർ കീ എന്ന പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായിട്ടുള്ള ഇപ്രാവശ്യത്തെ എക്സാമിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് കയറി കാണുക. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ആദ്യത്തേത്, शहनशाह अकबर को कौन सिखाएगा लोक कथा के एक अंश पढ़ और 1 से 4 तक के प्रश्नों का उत्तर लिखे. बीरबल भीड़ की ओर बढ़े. एक बूढ़ी महिला का साथ थामकर उन्हें शहनशाह के सामने ले आए. जहांपना इन्होंने कहा, ये मेरे पहले और श्रेष्ठ गुरु में से ही. അപ്പോൾ ബീർബൽ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നിന്ന് മുന്നോട്ട് വന്ന് ഒരു വൃദ്ധയായ സ്ത്രീയുടെ കൈ പിടിച്ച് അക്ബർ ചക്രവർത്തിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ആദ്യത്തെയും അതേപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാരിൽ ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, ബൂഢി മഹിള കിസ്കി ഗുരുത്തി? ബീർബൽക്ക്, അക്ബർക്ക്, വിദ്വാൻക്ക്, ലിപിക്ക്? ആരെ ഗുരുവാണ്? നമുക്കറിയാം ബീർബൽക്ക്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ബീർബൽക്ക്. ഓക്കെ. ഇനി അടുത്ത, ശ്രേഷ്ഠ ഗുരുമേ വിശേഷൻ ശബ്ദ കോൺസാ ഹെ? ഇവിടെ ശ്രേഷ്ഠ ഗുരു എന്നതിൽ വിശേഷണ ശബ്ദം എന്താണ്? ഗുരുവിനെ വിശേഷിപ്പിക്കാൻ ഇവിടെ ഉപയോഗിച്ച പദം ഏതാണ്? ശ്രേഷ്ഠാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ശ്രേഷ്ഠ എന്ന് എഴുതാം. ഇനി അടുത്തത് പിരമിഡ് തയ്യാറാക്കാനാണ്. ബീർബൽ ലേ ആയേ. ബീർബൽ കൊണ്ടുവന്നു. ബീർബൽ ആരെ കൊണ്ടുവന്നു? ബീർബൽ മഹിളാക്കോ ലേ ആയേ. ബീർബൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. ഇനി എങ്ങനെയുള്ള മഹിളയാണ്? ബീർബൽ ബൂഢി മഹിളാക്കോ ലേ ആയി. അപ്പം ബൂഢി മഹിള എന്ന് പിന്നെ ചേർക്കുക. ബീർബൽ ബൂഢി മഹിളാക്കോ ലേ ആയി. പിന്നെ ഇനി എന്താ ചേർക്കേണ്ടത്? പിന്നെ അടുത്തത് എന്താ ചേർക്കേണ്ടത്? ബീർബൽ ബൂഢി മഹിളാക്കോ ദർബാർ ലേ ആയി. അപ്പോൾ ഇതാണ് പിരമിഡ്. ബീർബൽ മഹിളാക്കോ ലേ ആയി, ബീർബൽ ബൂഢി മഹിളാക്കോ ലേ ആയേ, ബീർബൽ ബൂഢി മഹിളാക്കോ ദർബാർ ലേ ആയേ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ലോകകഥയ്ക്ക് ഈസ് പ്രസംഗ पर अकबर और बूढ़ी महिला के बीच संभावित बातचीत तैयार കരെ. അപ്പോൾ ഇനി ആ വൃദ്ധയായ സ്ത്രീയും അക്ബറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. बूढ़ी महिला, शहनशाह की जय हो. രാജാവ് ജയിക്കട്ടെ. അക്ബർ, നമസ്തേ, ക്യാ ആപ്പ് ബീർബൽ കി ഗുരു ഹെ? താങ്കൾ ബീർബലിൻ്റെ ഗുരുവാണോ? അപ്പോൾ ബൂഢി മഹിള പറയും ഹാ. അതിവിടെ വിട്ടുപോയി. ബൂഢി മഹിള ഹാ അതേന്ന് പറയും. അപ്പോൾ അക്ബർ ചോദിക്കും, ക്യാ? എന്ത്? ബൂഢി മഹിള, ഹുസൂർ കിസി കാ ജ്ഞാൻ പൂർണ്ണ നഹി ഹോത്ത? ആരുടെയും അറിവ് ഒരിക്കലും പൂർണ്ണമാകില്ല. സമജ് കെ സഭി വിഷയോ പർ ജ്ഞാൻ പാന അസംഭവ് ഹെ? എല്ലാ കാര്യത്തിലും നമുക്ക് അറിവ് സമ്പാദിക്കുക നടക്കുന്ന കാര്യമല്ല. ഇസ്കെ ബെഹത്തർ ഏക അച്ചി ഇൻസാൻ ബഹനെ? അതിനെക്കാട്ടി ഏറ്റവും നല്ലത് നല്ലൊരു മനുഷ്യനാവുക എന്നതാണ്. അപ്പോൾ അക്ബർ ചോദിക്കുകയാണ്, ആപ്കെ ശബ്ദോं की सादगी मुझे बहुत प्रभावित किया है. मैं आपके आगे सिर झुकता हूँ. എനിക്ക് നിങ്ങളുടെ വാക്കുകളൊക്കെ ഇഷ്ടമായി. മേ ആപ്കെ ആകെ സിർ ചുക്താ ഹൂം. താങ്കളുടെ മുന്നിൽ തലകുനിക്കുന്നു. അപ്പം ബൂഢി മഹിള പറയാണ്, ലേക്കിൻ ആപ്കെ സാമനെ മേ ബഹുത് ചോട്ടി ഹൂ മഹാരാജ്. ഞാൻ താങ്കളുടെ മുന്നിൽ വളരെ ചെറിയ ഒരാളാണ്. അപ്പോൾ അക്ബർ പറയാനും, വ്യക്തി ബഡായ ചോട്ടോ ഉനക്കെ കർമ്മ ഹോർ വിചാർ സെ ഹോത്തെ ഹെ? വ്യക്തി ചെറുതായാലും വലുതായാലും അവരുടെ പ്രവൃത്തിയും അവരുടെ ചിന്തകളും ആണ് അവരെ വലുതാക്കുന്നത്. രാജ പ്രജ ഹോനേസെ നെഹി? രാജാവും പ്രജയായിട്ടൊന്നും കാര്യമില്ല. ഓരോരുത്തർക്കും അവരുടെ കർമ്മ ഓർ വിചാർ സെ ഹോത്തെ ഹെ? അവരവരുടെ പ്രവൃത്തിയും ചിന്തയുമാണ് ഓരോരുത്തരെയും ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബൂഢി മഹിള പറ, ഷഹൻഷാ ആപ്പ് ബി സച്ച്മുച്ച് ജ്ഞാനി ഹെ? താങ്കൾ ശരിക്കും ഒരു പണ്ഡിതനാണ്. അപ്പോൾ അക്ബർ പറയാണ്, യഹ് വിചാർ ഹി ആപ്ക ബടപ്പൻ ഹെ, ആപ്സെ മിൽക്കെ മേ ബഹുത്ത് ധന്യ ഹുവ. അപ്പം ബൂഢി പറയും, ധന്യവാദ് ജഹംപ. അപ്പോൾ താങ്കളെ കണ്ടുമുട്ടി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നൊക്കെ പറയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പിതാക്കെ പ്രായശ്ചിത്ത് ആ ഒരു പാഠഭാഗത്തു നിന്നുള്ളതാണ്. വേ മേരെ ജൂർക്കോ ജാൻ ചുക്കേത്തെ പർ ബോലെ? എൻ്റെ കള്ളൊക്കെ പിടിച്ചു എന്നിട്ടും പറഞ്ഞു, ജിസ് തരഹ് മേനെ തുമേ ബഡാ കിയാ ഹെ ഉസ്മേ മുझे कोई बारी चुक हुई है. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. अब मैं घर तक ही 18 मील की दूरी पैदल चलकर ही तय करूँगा.
അപ്പോൾ ഞാനിനി നടക്കുകയാണ്. ഞാൻ 18 മീറ്റർ മൈൽ നടന്നിട്ട് ഞാൻ പോകും. ഞാൻ നിന്നെ സത്യം പറയാൻ ഉള്ള ആത്മവിശ്വാസം നിനക്ക് തന്നില്ല എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. മേരെ മേ നിഹിത് സർവനാമ കോൺസ ഹെ. ഈ മേരെ എന്നതിൽ നിഹിത് സർവനാമം ആയതാണ്. അപ്പോൾ മേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും, മേരെ എന്നാണ് വന്നത്, അപ്പോൾ മേ ആയിരിക്കും. ഇനി അടുത്ത അരുൺ ഗാന്ധിക്ക് പിതാജി ഘർ തക്ക് കി ദൂരെ കൈസെ പാർ കർണേക്ക് നിശ്ചയിക്കാം. അപ്പോൾ അവരെങ്ങനെ നടക്കാമെന്നാണ് വിചാരിച്ചത്, എങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചത്, പൈതൽ കാൽനടയായിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ദൗഡ്കർ അല്ല, കാർസെ അല്ല, റെയിൽ ഗാഡീസെ അല്ല. അപ്പോൾ ആൻസർ ഇതാണ്, പൈതൽ. ഇനി അടുത്തത് अपनी गलती पर पिताजी को प्रायश्चित करते देखकर अरुण गांधी को बहुत दुख. ഇതൊക്കെ കണ്ടിട്ട് അരുൺ ഗാന്ധിക്ക് ഭയങ്കര സങ്കടം തോന്നി. इस घटना के बारे में अपने मित्र के नाम पर पत्र लिखते हैं वह पत्र लिखा. അപ്പോൾ ഇതിനൊക്കെ പറ്റിയിട്ട് ഒരു സുഹൃത്തിന് കത്ത് എഴുതാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കത്ത് എഴുതി നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്ഥാനം എഴുതണം, സ്ഥലം എഴുതണം, താരീഖ് എഴുതണം. അത് കഴിഞ്ഞ് നമ്മൾ സംബോധന ചെയ്യണം, പ്രിയമിത്ര എന്ന് സംബോധന ചെയ്യണം. ഓക്കെ, ഇനി പത്രത്തിൻ്റെ ആവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, തും കൈസേ ഹോ, എങ്ങനെയുണ്ട്, ഏക് ഖാസ് ബതാനേക്ക് ലിയേ യഹ് പത്ര ലിഖ്താ ഹൂം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിനാണ് ഈ കത്ത് എഴുതുന്നത്. കൽ ഏക് ഘടന ഹുയി, ഇന്നലെ ഒരു സംഭവം നടന്നു. മുझे പിതാജിക്കോ മീറ്റിംഗ് കി ജഗ ലേ ജാനേ, എനിക്ക് പിതാജിയുടെ മീറ്റിങ്ങിന് കൊണ്ടുപോകണമായിരുന്നു. ഉന്നനെ മുझसे 5 ബജെ ലൗട്ട് ആനേക്കോ കഹ, എന്നോട് 5 മണിക്ക് വരാൻ പറഞ്ഞു. ജൽദി അപ്നെ കാം നിപട്ടനെ ബാദ് ഏക് പശ്ചിമി ഫിലിം ദേഖ്നെ ലഗെ, ഞാനൊരു സിനിമ കാണാൻ പോയി. പിതാജി के पास आया तो 6 बजे चुके थे. പിതാജീൻ്റെ അടുത്ത് എത്തിയപ്പോൾ 6 മണിയായിരുന്നു. പിതാജിക്ക് പൂछने पर कही कि कार तैयार नहीं थी. അപ്പോൾ അച്ഛൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കാർ റെഡി ആയില്ലായിരുന്നു എന്ന്. ലേക്കിൻ പിതാജീനെ ഗൗരജിനെ ഒക്കെ ഖബർ സംചീത, പക്ഷേ പിതാജി ഇതൊക്കെ അറിഞ്ഞിരുന്നു. മുझे दंड देने के बदले പിതാജീനെ कहा कि मुझे सच बोलने की आत्मविश्वास नहीं दिया. എനിക്കൊരു അടി തരുന്നതിന് പകരം അച്ഛൻ പറഞ്ഞത് സച്ച് ബോലിനേക്ക് ആത്മവിശ്വാസ് നെഹീദിയ, സത്യം പറയാനുള്ള ആത്മവിശ്വാസം ഞാൻ നിനക്ക് നൽകിയിട്ടില്ല എന്നാണ്. ഇസ്ലിയെ ഘർത്തക്ക് വേ പൈതൽ ചലെ, വീട് വരെ കാൽനടയായി നടന്നു. മേരി ഗലത്തി പർ പിതാജി ക പ്രായശ്ചിത് ഇസ്സെ मैंने निर्णय किया कि आज से कभी चूर नहीं बोलेगी. അപ്പോൾ അച്ഛൻ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രായശ്ചിത്തം തോന്നി. പിതാജിക്ക് പ്രായശ്ചിത്തം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇന്നു മുതൽ ഞാനൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്, മേ കബി ജൂർനെഹി പോലുങ്കി, ഞാൻ ഇനി ഒരിക്കലും കള്ളം പറയില്ല. പരിവാർ വാലോങ്കോ മേര പ്യാർ ദേന, കുടുംബത്തോടെ എൻ്റെ അന്വേഷണം പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം, തുമാരാ മിത്ര അരുൺ. അപ്പോൾ സ്ഥാനം എഴുതണം, താരീഖ് എഴുതണം, സംബോധന എഴുതണം, പിന്നെ ബോഡി ഓഫ് ദ ലെറ്റർ വേണം, പിന്നെ എന്താണ് തുമാരാ മിത്ര അരുൺ എഴുതാം. ഓക്കെ, അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻസും കൂടി ഉണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇത് എഴുതാനാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്, അതിൽ ശരിയുള്ളത് കാര്യങ്ങൾ എഴുതാനാണ്. അരുൺ ഗാന്ധി ജൂട്ട് പോല, ശരിയല്ല, അരുൺ ഗാന്ധി കള്ളം പറഞ്ഞു, അത് ശരിയാണ്. പിതാജീനെ അരുൺ ഗാന്ധിക്ക് ഉപഹാർ ദിയ, സമ്മാനം നൽകിയോ, ഇല്ല. അരുൺ ഗാന്ധി കാ പരിവാർ ആശ്രമ രഹത്താ ഹെ, അരുൺ ഗാന്ധിയുടെ കുടുംബം ആശ്രമിലാണ്, അത് ശരിയാണ്. പിതാജീനെ പൈതൽ ചർക്കർ പ്രായശ്ചിത്, അതും ശരിയാണ്. ഇനി അടുത്ത എന്താണ്, അരുൺ ഗാന്ധിനെ പശ്ചിമി ഫിലിം ദേക്കി, അതും ശരിയാണ്. അരുൺ ഗാന്ധി ടീക്ക് സമയപ്പോൾ പിതാജിക്ക് പഹഞ്ച്, കൃത്യസമയത്ത് തന്നെ അച്ഛൻ്റെ അടുത്ത് എത്തിയോ, ഇല്ല. അപ്പോൾ ഇതിൽ 4 കാര്യങ്ങളാണ് ശരി, അത് എഴുതി വെക്കുക, 4 മാർക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഷഹൻഷാ അക്ബർക്ക് കോൺ സിക്കായ, ആ പാഠത്തിലുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് വായിച്ചു നോക്കാം. തബ് जहम्बना बिरबल ने शांति से कहा, बिरबल समाधानത്തോടെ പറഞ്ഞു, इस दरबार में मौजूद हर शख्स आपको कुछ न कुछ सिखा सकते हैं. ഈ ദർബാറിൽ ഇവിടെ സന്നിഹിതരായ എല്ലാ വ്യക്തികൾക്കും എന്തെങ്കിലും താങ്കളെ പഠിപ്പിക്കാൻ കഴിയും. हर एक ऐसा कुछ जानता है जो दूसरों को नहीं पता है. എല്ലാവർക്കും മറ്റുള്ളവർക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം എല്ലാവർക്കും അറിയാം എന്ന് ബിർബൽ പറയാണ്. ഇവിടെ ചോദ്യം ഇതാണ്, ഷഖ്സ് ക സമാനാർത്ഥ ശബ്ദ ചുൻകലിക്ക. ഷഖ്സ് എന്ന പദത്തിൻ്റെ അർത്ഥത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ക്ഷമത, നുക്സാൻ, വ്യക്തി, വിദ്വാൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്, വ്യക്തിയാണ്. ഷഖ്സ് എന്ന് പറഞ്ഞാൽ 3ാമത്തെ ഓപ്ഷനാണ് ശരി, വ്യക്തി. ഇനി അടുത്ത, ബീർബൽ സമാജിക്ക് വിഭിന്ന പ്രകാരಕ್ಕೆ ലോകോങ്കോ ദർബാർ ബുലായ ക്യോം, എന്തുകൊണ്ടാണ് ദർബാറിലേക്ക് വിളിച്ചത്, ഇവിടെ തന്നെ ഉണ്ടല്ലേ.
आपको कुछ अदाയത് हर एक ऐसा कुछ जानते हैं जो दूसरों को नहीं पता है हर एक ऐसा कुछ जानते हैं जो दूसरों को पता नहीं അത് നമുക്ക് എഴുതാം. ഇനി അടുത്തത് എന്താണ് അടുത്തത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. കപ്പട ധോനെ വാല എന്താ പറയുക, തുണി അലക്കുന്ന ആളെ ധോബി എന്ന് പറയും. ഖേതി കർണേ വാലെ കൃഷി നടത്തുന്ന ആളെ കിസാൻ എന്ന് പറയും. ദുക്കാൻ ചലനെ വാലെ കട നടത്തുന്ന ആളെ ദുക്കാൻദാർ എന്ന് പറയും. ചിത്ര കീച്ചിനെ വാലെ ചിത്രം വരയ്ക്കുന്ന ആളെ ചിത്രക്കാർ എന്ന് പറയും. വളരെ എളുപ്പമാണ്, 4 മാർക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത് നോക്കാം. പിതാക്ക പ്രായശ്ചിത്. ആശ്രം का मेरा दादाजी महात्माഗാന്ധി इन्हें സ്ഥാപിത് किया था. ആശ്രം ആരുണ്ടാക്കിയതാണ്? മഹാത്മാഗാന്ധി ഉണ്ടാക്കിയതാണ്. ആശ്രം दूरदराज के इलाके में था. वहाँ दूर दूर तक बस गन्ने के खेत थे. शहर से बहुत दूर रहने के कारण वहाँ हमारा कोई पड़ोसी नहीं थी. इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने का इंतज़ार में रहते थे. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആശ്രം की സ്ഥാപന കിസ്നെ की. ആശ്രം ആരാണ് സ്ഥാപിച്ചത്? മഹാത്മാഗാന്ധിനെ. ആദ്യത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? അരുൺ ഗാന്ധിക്ക് ഫിലിം ദേഖ്താ ഹേ. അരുൺ ഗാന്ധി ഫിലിം ദേഖ്താ താ. അങ്ങനെ നമ്മൾ മാതൃക അനുസരിച്ച് എഴുതാനാണ്. ലഡ്ക പൈതൽ ചൽത്താ ഹേ. ലഡ്ക പൈതൽ ചൽത്താ ഹേ. അത് നമുക്ക് എങ്ങനെ ഈ മാതൃക അനുസരിച്ച് എഴുതാം? ലഡ്ക പൈതൽ ചൽത്താ താ. അതായത് പാസ്റ്റ് ടെൻസിൽ എഴുതണം. ചൽത്താത്ത. ഇത് എഴുതിയാൽ നമുക്ക് 1 മാർക്ക് കിട്ടി കേട്ടോ. ചൽത്താത്ത എന്താണ്? ചൽത്താത്ത. അപ്പോൾ ലഡ്ക പൈതൽ ചൽത്താത്ത. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. ദൂർ ദരാസ് കെ എന്താണ്? ദൂർ ദരാസ് കെ സുദൂർ. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. പിന്നെ ഇലാക്ക പ്രദേശ്. ഇലാക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രദേശ്. ഇന്തസാർ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. അതേപോലെ ഹമേഷ എന്ന് പറഞ്ഞാൽ സദാ, എപ്പോഴും. ഇനി അടുത്ത് വായിച്ചു നോക്കാം. म्यांमार के एकाकी का यह अंश बढ़े. राजकुमार एक पर मुझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूँ. നിങ്ങളെക്കാട്ടിയും കേമൻ ഞാനാണെന്ന് എനിക്ക് സ്ഥാപിക്കണം. അപ്പോൾ രാജകുമാർ തീം പറയാൻ നെഹി നെഹി ഷെർ ഹമേ ഗാ ജായേഗ. അങ്ങനെയൊന്നും ചെയ്യേണ്ട, സിംഹം നമ്മളെ കൊല്ലും. സിംഹം നമ്മളെ ഭക്ഷിക്കും. രാജകുമാർ മന്ത്ര പഠിത്താ ഹെ. രാജകുമാരൻ ഏക്ക് മന്ത്ര പഠിത്താ ഹെ. മന്ത്രം ചൊല്ലുന്നു. ഓർ ഷെർ ജീവിത് ഹോ ജാതേ ഹെ. അപ്പോൾ ഷെർ എന്താണ്? ഷെറിന് ജീവൻ വെക്കുന്നു. ഷെർ ദഹാഡ്കർ ഉൻകി തരഫ് ബഡ്താ ഹെ. ഷെർ എന്താ ചെയ്യുന്നത്? ഓടി വന്നിട്ട് അവരുടെ മേലേക്ക് ചാടുന്നു. വേ ഭജൻ കി കോശിഷ് കർത്താ ഹെ. അവർ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. पर मुझे तो सिद्ध करना है कि तुम दोनों से बड़ा ज्ञानी हो. यहाँ राजकुमार का कौन सा मनोभाव प्रकट होता है? എനിക്ക് നിങ്ങളെക്കാട്ടി മുക്കായ്മ ഞാനാണ്, വലിയ പണ്ഡിതൻ ഞാനാണെന്ന് എനിക്ക് സമർത്ഥിക്കണം. ഇത് എന്ത്, ആ ഒരു വാക്കിൽ നിന്ന് എന്താണ് പ്രകടമാകുന്നത്? സാധകി, വിനയം, സഹനശീലത, വിവേകം, അഹങ്കാർ. അപ്പോൾ നമുക്കറിയാമല്ലേ എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? അഹങ്കാറാണ്. ഇനി അടുത്തത് രാജകുമാർ ബച്ചനയ്ക്ക് കോശിഷ് ക്യോം കർത്താ ഹെ. എന്തിനാണ് പരിശ്രമം നടത്തുന്നത്? ഷെർ ദഹാഡ്കർ എന്താണ്? ഷെർ ദഹാഡ്കർ ഉൻ पर आक्रमण करने की कोशिश करता है उससे बचने के लिए. अല്ലേ? ഷെർ ദഹാഡ്കർ ഉൻ पर आक्रमण करने की कोशिश करता है इससे बचाने के लिए. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രക്ഷപ്പെടണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹിന്ദി ദിവസ സമാരോഹമൊക്കെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പം നമുക്കറിയാമല്ലോ, പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹിന്ദി ദിവസ സമാരോഹം എഴുതണം, സ്ഥലം എഴുതണം, പിന്നെന്താണ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്, അതേപോലെ തന്നെ സബ്കാ സ്വാഗത് എന്നൊക്കെ എഴുതിയിട്ട് നിങ്ങൾ നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കുക. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഞാൻ കാ മഹത്ത് വിഷയ പർ ലഘുലേഖ ലിഖിക്കും. ഞാൻ കാ മഹത്ത് എന്ന വിഷയത്തിൽ ഒരു ലഘു വിവരണം തയ്യാറാക്കാനാണ്.
അപ്പോൾ നമുക്ക് ആ ഒരു ലഘുവിവരണം തയ്യാറാക്കി നോക്കാം. ഞാൻ സബ്കി ഭലായിക്ക് ലിയെ ഹോനാ ചാഹിയെ, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അറിവുണ്ടാകേണ്ടത്. ഇസേ വ്യക്തി കർണവേല ഏകാഗി ഹെ, ഞാൻ ഇത് പറയുന്ന ഒരു ഏകാഗിയാണ് ജ്ഞാൻമാർക്ക്. ഗുരുകുൽ की शिक्षा परी करने के 3 राजकुमार लौट रहे थे. तीनों अपने ज्ञान पर गर्व करते हैं. उनके बीच में एक तर्क हुआ था कि उनमें अधिक ज्ञानी कौन है. वे जंगल के रास्ते में किसी जानवर की हड्डी देखा. वे सब अपने ज्ञान से उस हड्डी को मांस, चर्म और जान दिया. अचानक वह शेर दहाड़कर उनकी तरफ बढ़ते थे. राजकुमार ने गुरु की सहायता मांगी. अंत में गुरु शेर को बकरी बना दी. फिर राजकुमार ने समझ आया कि उनका प्रयोग हमेशा दूसरों की भलाई के लिए होती है. അപ്പോൾ എന്ന് പറയുന്ന അറിവ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആവണം. അതാണ് ഈ ഒരു തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് നിങ്ങൾ എഴുതുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സുഖദുഃഖ് ആ കവിതയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. മേ നഹി ചാഹത ചിർദുഃഖ്, മേ നഹി ചാഹത ചിർദുഃഖ്, സുഖദുഃഖിക്ക് ഗൽ മിച്ചോലി ഖോലെ ജീവൻ അപ്ന സുഖ്. അപ്പോൾ ഞാൻ ഒരിക്കലും നല്ല നിരന്തരമായ സുഖവും ഇഷ്ടപ്പെടുന്നില്ല, നിരന്തരമായ ദുഃഖവും ഇഷ്ടപ്പെടുന്നില്ല. രണ്ടും കൂടി സമ്മിശ്ര രൂപത്തിലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാം. അപ്പോൾ സുഖ ദുഃഖ് കിൻകി കവിത ഹെ, ഇത് ആരുടെ കവിതയാണ് നമുക്കറിയില്ല. സുമിത്രനാഥ് പന്ത് की कविता है. इन्हें समान आशय वाले पंक्ति चुनकर लिखे. കവി നിരന്തര ദുഃഖ് നെഹി ജയന്ത, സുഖ് നെഹി ജയന്ത, നിരന്തരമായി സുഖം ഇഷ്ടമില്ല. അപ്പോൾ അതെന്താണ്, അത് ഫസ്റ്റ് ലൈൻ തന്നെ. മേ നെഹി ജയന്ത ചിർ സുഖ്. ചിർ എന്ന് പറഞ്ഞാൽ സദാ സമയവും എപ്പോഴും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്താണ് അടുത്തത്? കവി ഓർ കവിത का परिचय देते हुए कवितांश का आशय लिखा. കവിതയുടെ ആശയം എഴുതാനാണ്. वह हिंदी के प्रसिद्ध कवि श्री सुमित्रनाथ पंत से लिखी हुई कविता है सुख दुख. इस कविता में वे बहुत कहते हैं कि സുഖ और दुख का मिलन है जीवन. സുഖവും ദുഃഖവും അടങ്ങിയതാണ് ജീവിതം എന്ന് പറയുന്നത്. കവി कहते हैं कि ചിർ ദുഃഖ और ചിർ സുഖ नहीं चाहता. കവി എന്താ പറയുന്നത്? നിരന്തരമായ സുഖവും നിരന്തരമായിട്ടുള്ള ദുഃഖവും കവിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സുഖ और दुख का खेल मिचौनी है जीवन. രണ്ടിൻ്റെയും സമ്മിശ്ര രൂപമാണ് ജീവിതം എന്ന് പറയുന്നത്. സുഖ और दुख का മധുർ മിൽനെ സെ ജീവൻ പൂർണ്ണ ഹോ ജാത ഹെ. സുഖവും ദുഃഖവും ഇങ്ങനെ മധുരമായി കൂടിച്ചേരുമ്പോഴാണ് ജീവിതം പൂർണ്ണതയേകുന്നത്. ഉദാഹരണം ദേത്തെ ഹുए कभी चांद गन से और चांद से गन अप्रत्यक्ष हो जाते हैं. निरंतर सुख और निरंतर सुख दुख होने उत्पीड़न है. सुख दुख की दिन रात में जग जीवन सोता है और जागते हैं. सांझ और उषा के आलिंगन विरह और मिलन का है. इस मानव जीवन का आनंद. इस कविता का आशय अत्यंत महत्वपूर्ण है. इसकी भाषा सुंदर और सरल है. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ മുമ്പ് നടന്ന 2024 സെപ്റ്റംബറിൽ നടന്ന എല്ലാ എക്സാമിൻ്റെയും ആൻസറൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.